നമസ്കാരം. തീരുവ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എം പി ശശി തരൂർ. ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് പകരമായി US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ കുത്തനെ ഉയർത്തണമെന്ന് തരൂർ ആവശ്യപ്പെട്ടു. US ഇറക്കുമതി തീരുവ 50% ഉയർത്തണമെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. US തീരുവ ഉയർത്തിയ നടപടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യ ചർച്ച നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയിൽ ഫലം കണ്ടില്ലെങ്കിൽ US ഇറക്കുമതികൾക്ക് തീരുവ 50% ഉയർത്തണം. തീരുവ ഉയർത്തുന്നതിൽ അമേരിക്ക ചൈനയ്ക്ക് 90 ദിവസത്തെ സമയപരിധി നൽകി. എന്നാൽ നമുക്ക് നൽകിയത് 3 ആഴ്ച മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ നിലവിൽ US ഇറക്കുമതിക്ക് 17% തീരുവയാണ് ഈടാക്കുന്നത്. അത് മാറ്റി US ഇറക്കുമതികൾക്ക് തീരുവ 50% ഉയർത്തണം. നമ്മോട് US അങ്ങനെ ചെയ്താൽ തിരിച്ചും അതേ രീതിയിൽ ചെയ്യണമെന്നും തരൂർ പറഞ്ഞു. റഷ്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് എണ്ണയും പ്രകൃതിവാതകങ്ങളും ലഭിക്കുന്നത്. രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിന് അത് അത്യാവശ്യമാണെന്നും തരൂർ പറഞ്ഞു. തീരുവ കുത്തനെ ഉയർത്തിയ അമേരിക്കയുടെ നിലപാടിനെതിരെ മോദിയും പരോക്ഷമായി രംഗത്തെത്തിയിരുന്നു. കർഷകരുടെ താൽപ്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വന്നേക്കാമെങ്കിലും കർഷകർക്കായി അതിന് തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകരുടെ താൽപ്പര്യത്തിനാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന. കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങളിൽ ഒരിക്കലും രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിന് എനിക്ക് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നേക്കാം, പക്ഷേ ഞാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ചുമത്തിയ 25% പകരം തീരുവ US ഇരട്ടിയാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണ് തീരുവ 25% കൂടി വർദ്ധിപ്പിച്ച് 50% ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇന്നലെ പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 27-നും. തീരുവ വർദ്ധിപ്പിച്ചതോടെ കയറ്റുമതി മേഖല വലിയ തിരിച്ചടി നേരിടും. എന്നാൽ വീണ്ടും ഭീഷണിയുമായി ട്രംപ് രംഗത്തുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്ന് ഇന്ത്യക്ക് മേൽ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഉപരോധമുള്ള രാജ്യവുമായി വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു മൂന്നാം കക്ഷി രാജ്യത്തിന് ചുമത്തുന്നതാണ് ഉപരോധങ്ങൾ. ചൈനയെ പോലെയുള്ള രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യ മാത്രം എന്തിന് ലക്ഷ്യമിടുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി. ഓഗസ്റ്റ് 2-ന് പ്രഖ്യാപിച്ച പകരച്ചുങ്കം നടപ്പാക്കുന്നത് 3 തവണ മാറ്റിവെച്ചതിന് ശേഷം വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വരാനിരിക്കെയായിരുന്നു ട്രംപിന്റെ നടപടി. ഇന്ത്യക്കെതിരെ 24 മണിക്കൂറിനുള്ളിൽ അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്നതിനാൽ ഇന്ത്യയുമായി വ്യാപാരം നടത്താനാകില്ലെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. യുക്രൈനുമായി യുദ്ധം തുടരുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യക്കെതിരെ തീരുവയ്ക്ക് പുറമെ പിഴയും ചുമത്തുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ആഴ്ച അറിയിച്ചത്. 8 മണിക്കൂറേ ആയിട്ടുള്ളൂ. എന്തു സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാമെന്ന് ട്രംപ് മറുപടി നൽകി. നിങ്ങൾ ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നതേ ഉള്ളൂ. നിരവധി ദ്വിതീയ ഉപരോധങ്ങൾ നിങ്ങൾ കാണുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളുടെ മേൽ US സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ പരാമർശം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു സമാധാന കരാർ ഇന്ത്യയുടെ മേലുള്ള അധിക താരിഫുകൾ നീക്കം ചെയ്യുന്നതിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കാര്യം ഞങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നാണ് ട്രംപ് മറുപടി നൽകിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകിയാണെന്ന് ആരോപിച്ചാണ് ഇന്ത്യക്ക് 25% അധിക തീരുവ ഈടാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒപ്പിട്ടത്.